നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നന്മയുടെ പൊൻപൂവിളിയുമായി ഇന്ന് പൊന്നോണം. പൂക്കളങ്ങൾ ഒരുക്കി പൊന്നോണത്തെ വരവേറ്റ് നാടും ആഘോഷത്തിമിർപ്പിൽ. തിരുവോണനാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഒഴുകിയെത്തി. വടക്കുന്നാഥ ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക്. ഓണത്തിന്റെ ആരവങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കുമ്മാട്ടി സംഘങ്ങൾ. ഇനിയുള്ള 4 നാൾ കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഗ്രാമവീഥികൾ കൈയടക്കും. നാലോണനാളിൽ തൃശൂർ നഗരം കീഴടക്കാൻ പുലികൾ മടകളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഇത്തവണ പുലിക്കളിയിൽ അണിനിരക്കുന്നത് 9 സംഘങ്ങൾ. ചേലക്കര ചേലക്കോട് ചായക്കടയിലേക്ക് ലോറി ഇടിച്ചുകയറി 2 പേർക്ക് ദാരുണാന്ത്യം. പഴയന്നൂർ സ്വദേശി ഷമീർ, മൂവാറ്റുപുഴ സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടത് വഴിയരികിൽ ചായ കുടിക്കുന്നവർ. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റി കേന്ദ്രം വിജ്ഞാപനമിറക്കി. പേരുമാറ്റത്തിന് അംഗീകാരം ലഭിച്ചതോടെയാണ് കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നത്. വാർത്തകൾ വിശദമായി. നന്മയുടെ പൊൻപൂവിളിയുമായി ഇന്ന് പൊന്നോണം. നാടെങ്ങും ആഘോഷത്തിമിർപ്പിൽ. ഒരു ചരടിൽ മലയാളിയെ കോർത്തെടുത്താൽ ആ വർണ്ണഹാരത്തിന് ഓണമെന്ന് പേരിട്ട് വിളിക്കാം. പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ ലോകത്തിന്റെ ഏതു കോണിലായാലും മലയാളി ഒരു തൂശനിലയിൽ ജന്മരസങ്ങൾ ഒന്നാകെ വിളമ്പി വെക്കും. എരിവും പുളിയും കയ്പും മധുരവും എല്ലാം ചേർന്നതാണ് ആ ജീവിതക്കൂട്ടിന്റെ വിഭവങ്ങൾ. ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകളുടെ ഓളപ്പരപ്പിലാണ് ഓണം തുഴയിറങ്ങിയെത്തുന്നത്. കള്ളവും ചതിയുമില്ലാത്ത മാനുഷരെല്ലാം ഒരുപോലെ വാണ മാവേലി നാടിന്റെ സങ്കല്പത്തറയിൽ നാം തിരുവോണത്തിന്റെ ഐതിഹ്യം കെട്ടി ഉയർത്തിയിരിക്കുന്നു. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടപ്പോഴും വർഷത്തിലൊരിക്കലെങ്കിലും പ്രജകളെ കാണാൻ മാത്രം അനുഗ്രഹം വാങ്ങിയ ഒരു ഭരണാധികാരി. ആ രാജാവിനെ വരവേൽക്കാൻ നാട് ഉത്സവവർണ്ണ പട്ടണിഞ്ഞു നിൽക്കുന്നു. നിറങ്ങളിൽ നീരാടി മണ്ണിലും മനസ്സിലും ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിച്ച് ഓരോ മലയാളിയും തിരുവോണത്തിന്റെ ആഘോഷാരവങ്ങളിൽ മുങ്ങി നിവരും. നിറങ്ങളിൽ നീരാടി മണ്ണിലും മനസ്സിലും ആഹ്ലാദത്തിന്റെ പൂത്തിരി കത്തിച്ച് ഓരോ മലയാളിയും തിരുവോണത്തിന്റെ ആഘോഷാരവങ്ങളിൽ മുങ്ങി നിവരുന്നു. കാലം എത്ര മാറിയാലും പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം എന്നും കൂട്ടായ്മയുടെയും സാഹോദര്യത്തിന്റെയും പ്രതീകമായി മലയാള മനസ്സിൽ നിറഞ്ഞു നിൽക്കും. മനസ്സിന്റെ മാമരക്കൊമ്പിൽ പുതുപ്രതീക്ഷകളുടെ പൊന്നൂയലിട്ട് നമുക്ക് പൊന്നോണത്തെ വരവേൽക്കാം. കാലം കാത്തുവച്ചിരിക്കുന്ന നന്മ മരച്ചില്ലകൾ ഒറ്റക്കെട്ടായി എത്തിപ്പിടിക്കാം. തിരുവോണാശംസകളോടെ ന്യൂസ് ഡെസ്ക് TCV. ഓണം വയറു നിറയ്ക്കാനുള്ളത് മാത്രമല്ല മനസ്സു നിറയ്ക്കാനുള്ളത് കൂടിയാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് എറവിലുള്ള ഒരു ഹോട്ടൽ ഉടമ. സ്വന്തം ഹോട്ടലിൽ സൗജന്യമായി വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി സദ്യ ഉണ്ണാനെത്തുന്നവർ സംഭാവനയായി നൽകുന്ന പണം പാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്കായി നൽകുകയാണ് ഈ ഹോട്ടൽ ഉടമ. എറവ് അഞ്ചാങ്കല്ലിലെ ശ്രേയസ് ഹോട്ടലിൽ ഉത്രാടനാളിലെ ഈ സദ്യയ്ക്ക് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ചരിത്രമുണ്ട്. വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ചിറങ്ങുന്നവരുടെ മുഖത്ത് എന്തെന്നില്ലാത്ത തൃപ്തി. എന്നാൽ ഇതിനൊന്നിനും ഇവിടെ വില ഈടാക്കുന്ന ഒരു കാഷ്യർ ഇല്ല. പകരം വെച്ചിരിക്കുന്നത് ഒരു പണപ്പെട്ടി മാത്രം. ഈ ഹോട്ടലിൽ കഴിഞ്ഞ 21 വർഷമായി ഉത്രാടനാളിൽ തുടരുന്ന അപൂർവമായ കാഴ്ചയാണിത്. ഇവിടെ എത്തുന്നവർ കഴിച്ച ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞ് പണം നൽകേണ്ടതില്ല. പണപ്പെട്ടിയിൽ തങ്ങൾക്ക് കഴിയുന്നത് നിക്ഷേപിക്കാം. ഒരാളുടെ ഊണിന് 4 ആളുടെ പണം വരെ സന്തോഷത്തോടെ നൽകി മടങ്ങുന്നവരാണ് ഭൂരിഭാഗവും. കാരണം ഈ പെട്ടിയിൽ വീഴുന്ന ഓരോ രൂപയും ചെന്നെത്തുന്നത് ജീവിതത്തോട് പോരാടുന്ന നിർധനരായ രോഗികളുടെ കൈകളിലാണ്. 3 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയ ഹോട്ടലിൽ 21 വർഷം മുൻപാണ് രമേശ് ഈ സദ്യയൊരുക്കൽ തുടങ്ങിയത്. ഇന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും വ്യാപാരികളുമെല്ലാം രമേശിന്റെ ഈ നന്മയോടൊപ്പം കൈകോർക്കുന്നു. മുൻ മന്ത്രി C രവീന്ദ്രനാഥ് അടക്കമുള്ള പ്രമുഖർ രാവിലെ തന്നെ പാചകപ്പുരയിലെത്തി സഹായികളാകുന്ന കാഴ്ചയും ഇവിടെയുണ്ട്. തനിമയുള്ള അനന്യമായ ഒരു ഹോട്ടലാണ് ശ്രീ രമേശൻ നടത്തുന്ന ശ്രേയസ് ഹോട്ടൽ. വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് വർഷങ്ങളായി ശ്രേയസ് പ്രവർത്തിക്കുന്നത്. ഓണക്കാലത്ത് ഓണത്തിന്റെ സങ്കല്പങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സൗഹൃദം പങ്കുവെക്കുക, മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കാളികളാകുക, സന്തോഷത്തിൽ പങ്കാളികളാകുക, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രേയസിൽ ഒരു സദ്യ നടക്കുക. ഇത് വളരെയധികം മാതൃകാപരമായ മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന ഒരു പ്രവർത്തനമാണ്. അത് ഓണത്തിന്റെ തലേ ദിവസം അത് അതിനും പ്രത്യേകതയുള്ളതാണ്. ഈ വർഷത്തെ ഉത്രാട സദ്യയിലൂടെ സമാഹരിച്ച 46,000 രൂപ ഇരുകാലുകളും തകർന്നു കിടപ്പിലായ വെളുത്തൂർ സ്വദേശി ജയന്റെ ചികിത്സയ്ക്കായി കൈമാറിക്കഴിഞ്ഞു. വയറു നിറച്ച് ഭക്ഷണം നൽകുന്നതിനൊപ്പം ഉള്ളുരുകുന്ന മനുഷ്യർക്ക് ആശ്വാസത്തിന്റെ തണലാകുകയാണ് രമേഷും അദ്ദേഹത്തിന്റെ ശ്രേയസ് ഹോട്ടലും. ഒരു 25 കൊല്ലത്തോളമായി ഞങ്ങളിവിടെ സദ്യ തുടങ്ങിയിട്ട്.
കാരുണ്യ സദ്യ ആക്കിയിട്ട് 21ാമത്തെ വർഷമാണ്. ഓരോ വർഷം ഓരോ രോഗികൾക്ക് കൊടുക്കാറുള്ള പൈസ. ഈ വർഷം കൊടുക്കുന്നത് വെളുത്തൂരുള്ള കാല് മുറിച്ച് കേൾക്കുന്ന ഒരു ജയൻ ചേട്ടൻ പൈസ. TCV തൃശൂർ. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമുള്ള KTDC ഹോട്ടലിൽ നടക്കുന്ന പായസമേള ഇന്ന് സമാപിക്കും. തിരുവോണ ദിവസവും വ്യത്യസ്ത തരം പായസങ്ങളാണ് ലഭ്യമായത്. പായസമില്ലാതെ എന്ത് ഓണമല്ലേ? വീട്ടില് പായസം ഉണ്ടാക്കാനൊക്കെ തിരക്കിന്റെ ഭാഗമായിട്ട് കഴിയാത്തവർക്ക് വേണ്ടി KTDC എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പായസമേളയുമായി സജീവമാണ്. വിവിധ തരത്തിലുള്ള പായസങ്ങൾ ഇവിടെ വന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഏതൊക്കെ തരം പായസങ്ങളുണ്ട്, എന്തൊക്കെയാണ് വില നിലവാരമെന്ന് KTDCയുടെ മാനേജർ തന്നെ നമ്മോട് സംസാരിക്കും. ഏതൊക്കെ ഐറ്റം ഉണ്ട്? നമ്മുടെ കയ്യിൽ പാലട, പഴംപ്രഥമൻ, അടപ്രഥമൻ, പാൽപ്പായസം, ഗോതമ്പ് പായസം, പരിപ്പ് പായസം 6 ഐറ്റമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നല്ല ഡിമാൻഡാണ്, നല്ല സെയിൽസാണ് നമുക്ക്. എങ്ങനെയാണ് വില നിലവാരം? വില നമ്മൾ കഴിഞ്ഞ വർഷത്തെ വില തന്നെയാണ് എല്ലാം വെച്ചിരിക്കുന്നത്. പാലടയ്ക്ക് മാത്രം 350 രൂപ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 320 രൂപയായിരുന്നു, അത് 350 ആക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ വില തന്നെയാണ്, 350 രൂപ to 400 രൂപ വരെ. ഈ ശർക്കരയ്ക്കും പഞ്ചസാരയ്ക്കും ഒക്കെ വില കൂടിയിട്ടും നമ്മൾ വില കൂട്ടിയിട്ടില്ല. ശർക്കര പഞ്ചസാര മാത്രമല്ല, തേങ്ങയ്ക്ക് 70 രൂപ വിലയാണ്. ഗ്യാസ്, ഇൻഡസ്ട്രിയൽ ഗ്യാസിന് 3000-ഓളം അടുത്താണ്. അത് 1200, 1300 ആയിരുന്നു. അവിടെ 2000 രൂപ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഇത്തവണ ബാധിക്കാതെ ചെയ്തിരിക്കുന്നത്. KTDC ഇത് എത്രാമത്തെ തവണയാണ് ഈ പായസമേള നടത്തുന്നത്? KTDC ഒരു 10-20 വർഷമായിട്ട് ഇവിടെ നടത്തുന്ന ഒരു പരിപാടിയാണ്. എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര വലിയ പരസ്യമില്ലെങ്കിൽ പോലും ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണ ദിവസങ്ങളിലൊക്കെ ആളുകൾ ചോദിച്ച് പായസം ഉണ്ടോ ചോദിച്ചുകൊണ്ട് വരാൻ സ്ഥിരമായിട്ടുണ്ട്. ഒരു 20 വർഷമായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള പായസമേളകൾ നടക്കുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ പായസ രുചികൾക്ക് മധുരം പറന്നുകൊണ്ട് KTDC ഇത്തവണയും സജീവമാണ്. ക്യാമറാമാൻ CB പോട്ടറിനൊപ്പം KB ലിബീഷ്, TCV. തിരുവോണ ദിനത്തിൽ തൃശൂർ നഗരത്തിൽ റീൽസ് എടുക്കാനായി ജൻസികളുടെ വൻ തിരക്ക്. തൃശൂർ നഗരഹൃദയത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രവും പച്ചപ്പ് നിറഞ്ഞ ക്ഷേത്ര മൈതാനത്തും സെൽഫിയും ഫോട്ടോകളും എടുക്കാനാണ് രാവിലെ മുതൽ ക്ഷേത്ര മൈതാനത്ത് വൻ തിരക്ക് അനുഭവപ്പെട്ടത്. ക്ഷേത്ര ദർശനം നടത്തിയും അല്ലാതെയും വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിലും ക്ഷേത്ര മതിൽക്കെട്ടിന് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിലും ഫോട്ടോയും സെൽഫിയും എടുക്കാനാണ് ജൻസികൾ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. പലരും വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനങ്ങളുടെ ഫോട്ടോയും വാഹനത്തോടൊപ്പമുള്ള സെൽഫിയും എടുത്താണ് മടങ്ങിയത്. കുടുംബത്തോടൊപ്പം എത്തിയും ഫോട്ടോയും സെൽഫിയും എടുക്കുന്നവരുടെ തിരക്കും ദൃശ്യമായിരുന്നു. മാവേലിയുടെ ശില്പമൊരുക്കി ശില്പി വേലൂർ ജോൺസൺ. വിവിധ വർണ്ണങ്ങൾ ചാലിച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസിലാണ് മാവേലിയുടെ ശില്പം തീർത്തിട്ടുള്ളത്. 4 അടി ഉയരമുണ്ട് ശില്പത്തിന്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഷീറ്റിൽ ആദ്യം സ്കെച്ച് ചെയ്ത് പിന്നീട് ഓരോ അടരുകളായി ത്രിമാന മിഴിവിലാണ് ശില്പം തയ്യാറാക്കിയിരിക്കുന്നത്. ഫിനിഷിംഗും കർവിംഗിനും ശേഷം പ്ലാസ്റ്റിക് അധിഷ്ഠിത കൃത്രിമ റെസിൻ ഉപയോഗിച്ചും അക്രിലിക് ചായങ്ങൾ ഉപയോഗിച്ചുമാണ് പെയിന്റിംഗ് ചെയ്തിട്ടുള്ളത്. മാവേലിയുടെ വേഷത്തിനും ആഭരണങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് പെയിന്റിംഗ്. വേറിട്ട ഓണാഘോഷവുമായി കുരുന്നുകൾ. തൃശൂർ കുരീച്ചിറ മിഷൻ ക്വാർട്ടേഴ്സ് സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മെഗാ തിരുവാതിരയടക്കം വേറിട്ട ഓണാഘോഷം സംഘടിപ്പിച്ചത്. വള്ളംകളി നടത്തിയും മാവേലികളായും പുലികളായും വേഷമിട്ടും കുരുന്നുകൾ വേറിട്ട ആഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ സൂര്യ, ഹെഡ്മിസ്റ്റർ ഷീബ സൈമൺ, കോമഡി താരം സുധീഷ് അഞ്ചേരി, ലിഡിയ എന്നിവർ നേതൃത്വം നൽകി. കോലഴിയിൽ പിഞ്ചുകുഞ്ഞിനെ ഒക്കത്തിരുത്തി അമ്മ തിരുവോണനാളിലെ തിരുവാതിരക്കളിയിൽ ചുവടുവെച്ചത് കൗതുക കാഴ്ചയായി. നർത്തകിയും ഗായികയുമായ കോലഴി തോട്ടേക്കാട്ട് നരേന്ദ്രന്റെ ഭാര്യ ഗോപികയാണ് 8 മാസം പ്രായമുള്ള സാൻവിയെ ഒക്കത്തുവെച്ച് ഗൃഹാങ്കണത്തിൽ നടന്ന തിരുവാതിരക്കളിയിൽ ചുവടുവെച്ചത്. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായ കവിത, സൂര്യ, മിനി, ബിന്ദു, ബീന എന്നിവരാണ് ഗോപികയുടെ ഒപ്പം സാൻവി മോളുടെ ആദ്യ ഓണം വേറിട്ടതാക്കിയത്. തിരുവോണനാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഒഴുകിയെത്തി. ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പിക്കാനും ഭക്തരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭഗവാന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. ഉഷപൂജ വരെ ഓണപ്പുടവ സമർപ്പിക്കാൻ അവസരം നൽകിയിരുന്നു. രാവിലെ 7-ന് മേളത്തോടെ കാഴ്ചശീവേലി നടന്നു. 9 മണിയോടെ സദ്യ ആരംഭിച്ചു. അന്നലക്ഷ്മി ഹാളിലും ഇതിനോട് ചേർന്ന താൽക്കാലിക പന്തലിലുമാണ് സദ്യ നൽകിയത്. 10,000-ഓളം പേർക്ക് തിരുവോണ സദ്യ നൽകി. ഉത്രാട നാളിൽ കണ്ണന് തിരുമുൽ കാഴ്ചയായി ലഭിച്ച പഴം ഉപയോഗിച്ച് തയ്യാറാക്കിയ പഴപ്രഥമൻ, കാളൻ, ഓലൻ, എരിശ്ശേരി തുടങ്ങിയവയായിരുന്നു വിഭവങ്ങൾ. ഗുരുവായൂരപ്പന് നമസ്കാര സദ്യയോടെയാണ് ഇന്നത്തെ ഉച്ചപൂജ.
ഉച്ചതിരിഞ്ഞും രാത്രിയിലും കാഴ്ചശീവേലിയുണ്ട്. രാത്രി 9 ക്ഷേത്രത്തിൽ തിരുവോണവിളക്ക് തെളിയും. തിരുവോണ ദിനത്തിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കനുഭവപ്പെട്ടു. വടക്കുംനാഥനെ തൊഴാനായി പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഓണത്തിന് മാത്രം ചെയ്യുന്ന ഇരട്ടി പൂജയും രാവിലെ ക്ഷേത്രത്തിൽ നടന്നു. ഇത്തവണ അത്തം 11ാം ഓണമായതിനാൽ 2 പൂക്കളവും ഒരുക്കിയിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഫോട്ടോയും സെൽഫിയും എടുത്താണ് ഭക്തജനങ്ങൾ മടങ്ങിയത്. ഭക്തജന തിരക്ക് നിയന്ത്രിക്കാനായി ആവശ്യമായ സുരക്ഷാ സംവിധാനം പോലീസ് ഒരുക്കിയിരുന്നു. ഓണത്തിന്റെ ആരവങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കുമ്മാട്ടി സംഘങ്ങൾ ഇറങ്ങിത്തുടങ്ങി. കോർപ്പറേഷൻ, സർക്കാർ തലങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭ്യമാക്കിയാൽ സ്വരാജ് റൌണ്ടിൽ പുലിക്കളി മാതൃകയിൽ കുമ്മാട്ടികളെ ഇറക്കാമെന്ന് സംഘങ്ങൾ പറയുന്നു. പർപ്പടകപ്പുല്ല് ദേഹത്ത് കെട്ടി പൊയ്മുഖമണിഞ്ഞ് മേളത്തിന്റെ താളത്തിനൊപ്പം വർണ്ണക്കാവടികളുടെ അകമ്പടിയോടെ എത്തുന്ന കുമ്മാട്ടികൾ ഓണക്കാലത്ത് ദേശങ്ങൾ ചുറ്റിയടിക്കുന്നു. ഓണനാളുകളിൽ നാട്ടുകാരോട് വിശേഷം ചോദിക്കാനെത്തുന്ന കുമ്മാട്ടികൾ തൃശൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമാണ്. തള്ളമുഖമാണ് കുമ്മാട്ടിയിലെ പ്രധാന വേഷം. കാട്ടാളൻ, ഹനുമാൻ, പാർവതി, ഭീമൻ, ശ്രീകൃഷ്ണൻ, ഗരുഡൻ തുടങ്ങി തെയ്യം കലാരൂപങ്ങൾ വരെ കുമ്മാട്ടിയിൽ കെട്ടിയാടുന്നുണ്ട്. പരമ്പരാഗത രീതിയിൽ തുടർച്ചയായി 3 ദിവസമാണ് കുമ്മാട്ടികൾ നാട് ചുറ്റാനിറങ്ങുക. കുമ്മാട്ടികൾക്ക് ദേഹത്ത് ചുറ്റാനുള്ള പർപ്പടകപ്പുല്ലിന്റെ ക്ഷാമമാണ് സംഘങ്ങളെ വലയ്ക്കുന്നത്. പർപ്പടകപ്പുല്ല് പഴയമാതിരി നമുക്ക് കിട്ടാനില്ല. കിട്ടിയത് തന്നെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നത് ഇപ്പോൾ 2-3-4 ദിവസം മഴ ആയതുകൊണ്ട് കുഴിച്ചിട്ട് പലതും ചീഞ്ഞു പോയി. ഇപ്പോൾ പരമ്പരാഗത ദേശങ്ങൾക്ക് പുറമെ സംഘടനകളും ക്ലബ്ബുകളും കുമ്മാട്ടി ഉത്സവങ്ങളിൽ സജീവമാണ്. പുലിക്കളി മാതൃകയിൽ സ്വരാജ് റൌണ്ടിൽ കുമ്മാട്ടിക്കളി എന്ന നിർദ്ദേശത്തോട് സംഘങ്ങൾ അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. കുമ്മാട്ടി കൊണ്ടുവരുന്നത് നല്ലതാണ്. നമുക്കതിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കാം. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുമ്മാട്ടി സംഘങ്ങളൊക്കെ അതിന് ഒരുക്കങ്ങളാണ്. പക്ഷെ ഇതിന് വരുന്ന സാമ്പത്തിക ചെലവ് ഇവർ പറയുമ്പോൾ ഈ പറയുന്ന വർത്താനൊന്നും ഉണ്ടാവില്ല അവരെ. എന്തായാലും നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമായ കുമ്മാട്ടികൾ ഇത്തവണയും നാട്ടുവഴികളിലും നഗരവീഥികളിലുമുണ്ട്. ഓണനാളുകൾ അങ്ങനെ കുമ്മാട്ടിക്കാലം കൂടിയായി മാറുന്നു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. Elista Golden Diamonds, Pallikulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. Kalpaka Weddings, where traditions become timeless. Kundangulam. Wishing you all a happy Onam by Kalpaka Weddings. Are you confirmed?
ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകൾ തുടരുന്നു. ചേലക്കര ചേലക്കോട് ചായക്കടയിലേക്ക് ലോറി ഇടിച്ചുകയറി 2 പേർക്ക് ദാരുണാന്ത്യം. പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി ഷമീർ, മൂവാറ്റുപുഴ സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. ചേലക്കോട് സെന്ററിനു സമീപം പാതയോരത്തെ ചായക്കടയിലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചുകയറിയത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മറ്റൊരു ലോറിയിൽ യാത്രക്കാരെ എത്തിയ ഇരുവരും വഴിയോരത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നതിനിടയിലാണ് അപകടം നടന്നത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള അന്തിമ നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ നേരത്തെ കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. നിയമസഭാ പ്രമേയം പാസാക്കി കേന്ദ്രത്തിന് കൈമാറിയതിന് പിന്നാലെയാണ് ഭരണഘടനാപരമായ നടപടികൾ പുരോഗമിച്ചത്. പേരുമാറ്റത്തിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുകയും ഇതു സംബന്ധിച്ച നിയമ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തതോടെയാണ് കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നത്. മണ്ണുത്തിയിൽ 14 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിൽ. അഞ്ചേരി സ്വദേശി സാൻജോയാണ് തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് ബസ്സിൽ വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത്. മാള കൊച്ചുകടവിൽ നിന്ന് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചുകടവ് വേലമ്പറമ്പിൽ 21 വയസ്സുള്ള മുഹമ്മദ് അഫ്സലാണ് മരിച്ചത്. പെരിയാറിൽ ആലങ്ങാട് ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആലുവയിൽ പാലത്തിന് മുകളിൽ ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒല്ലൂരിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. കള്ളായി സ്വദേശി 33 വയസ്സുള്ള മണിയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റ് റെയിൽവേ ട്രാക്കിൽ കിടക്കുന്നത് കണ്ട് മറ്റൊരു ട്രെയിനിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് തൊട്ടാപ്പ് ആനന്ദവാടി കടപ്പുറത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഏകദേശം 35 വയസ്സ് തോന്നിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹമാണ് കരക്കടിഞ്ഞത്. പുലർച്ചെ കടലിൽ വലവീശാൻ പോയ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ മൃതദേഹം കണ്ടത്. മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പുതിയ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിക്കും. 1 ലക്ഷത്തിലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം 14 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഹാളിലേക്ക് പ്രവേശിക്കാം. ടെമ്പിൾ ആർക്കിടെക്ചറിനോട് യോജിക്കുന്ന രീതിയിലാണ് സെന്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 50 കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പൂർണ്ണമായും തേക്കുകൊണ്ട് നിർമ്മിച്ച വേദികളാണ് കൺവെൻഷൻ സെന്ററിന്റെ പ്രധാന ആകർഷണം. കൺവെൻഷൻ സെന്റർ മുഴുവനായും പാനൽ ചെയ്തിരിക്കുന്നത് കാഞ്ഞങ്ങാട് സ്വദേശി പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു. നിർമ്മാണം മെക്കാനിക്കൽ പാർക്കിംഗ് ഉൾപ്പെടെ 420 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൌകര്യവുമുണ്ട്. പാവറട്ടി ചുക്കു ബസാറിലുള്ള പൊന്നാംകുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മനപ്പടി സ്വദേശി കൊങ്ങാട്ടിൽ വീട്ടിൽ 38 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. കുറുക്കൻപാറ സ്വദേശി ഷനിലിനെയാണ് 6 മാസക്കാലത്തേക്ക് നാടുകടത്തിയത്. കൊലപാതക ശ്രമം ഉൾപ്പെടെ 8ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണ് കാപ്പ ചുമത്തപ്പെട്ട ഷനിൽ. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനിൽകുമാർ ടി മേപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് കുന്നംകുളം പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,010 രൂപ, പവന് 1,20,80 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
നന്മയുടെ പൊൻപൂവിളിയുമായി ഇന്ന് പൊന്നോണം. പൂക്കളങ്ങൾ ഒരുക്കി മാവേലിയെ വരവേറ്റ് നാടെങ്ങും ആഘോഷത്തിമിർപ്പിൽ. തിരുവോണനാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാനും തിരുവോണ സദ്യയിൽ പങ്കെടുക്കാനുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തർ ഒഴുകിയെത്തി. വടക്കുന്നാഥ ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്ക്. ഓണത്തിന്റെ ആരവങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കുമ്മാട്ടി സംഘങ്ങൾ. ഇനിയുള്ള 4 നാൾ കുമ്മാട്ടിക്കൂട്ടങ്ങൾ ഗ്രാമവീഥികൾ കീഴടക്കും. നാലോണനാളിൽ തൃശൂർ നഗരം കീഴടക്കാൻ പുലികൾ മടകളിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഇത്തവണ പുലിക്കളിയിൽ അണിനിരക്കുന്നത് 9 സംഘങ്ങൾ. ചേലക്കര ചേലക്കോട് ചായക്കടയിലേക്ക് ലോറിയിടിച്ചു കയറി 2 പേർക്ക് ദാരുണാന്ത്യം. പഴയന്നൂർ സ്വദേശി ഷമീർ, മൂവാറ്റുപുഴ സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടത് വഴിയരികിൽ ചായ കുടിക്കുന്നവർ. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കി മാറ്റി കേന്ദ്രം വിജ്ഞാപനമിറക്കി. പേരുമാറ്റത്തിന് അംഗീകാരം ലഭിച്ചതോടെയാണ് കേരളം എന്ന പേര് ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ